ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ മലയാളത്തിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ജൂനിയർ എഞ്ചിനീയറിൻ്റെ 2024 നോട്ടിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 27-ാം തീയതി ജൂലൈ 27-ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് 2024 RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനാലിസിസ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്? നമ്മൾ പ്രധാനമായിട്ടുള്ള ഡേറ്റുകൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഡേറ്റുകളും ഒന്ന് ആദ്യം പരിചയപ്പെടും. പിന്നെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് റിലാക്സേഷൻ എത്രയെങ്കിലും ഉണ്ടെങ്കിൽ അത്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഒഴിവുകൾ, വേക്കൻസീസ്, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്, സാലറി, സിലബസ് ആൻഡ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നിങ്ങൾ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു വീഡിയോ കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിൻ്റെ ഓരോ ടോപ്പിക്സും ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ സോൺ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയായിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം, സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തുടർന്നുള്ള ഓരോ വീഡിയോസിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസിനെ, നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് അനാലിസിസ് നടത്തി നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഇൻസൈറ്റ് തരികയാണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം 2024 എങ്ങനെയായിരിക്കും കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും കുട്ടികൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒഴിവുകൾ എത്രയുണ്ടെന്നുള്ള കാര്യം, പിന്നെ എക്സാം എന്നായിരിക്കും എന്നുള്ള കാര്യം, അതുപോലെ തന്നെ എക്സാം എത്ര സ്റ്റേജിൽ നടക്കും, സിലബസ് എന്തായിരിക്കും, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയായിരിക്കും, എപ്പോൾ പഠിച്ചു തുടങ്ങണം, അതുപോലെ തന്നെ RRB ഗ്രേഡ് 1, RRB ഗ്രേഡ് 3 ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ, ഇതെല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇതിൻ്റെ കാര്യം എന്താണ്, ഞാൻ ഈ എക്സാംസ് മാത്രമാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ നോ യുവർ എക്സാം സീരീസിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, RRB കണ്ടക്ട് ചെയ്യുന്ന മൊത്തം എക്സാംസിനെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ടെക്നിക്കൽ എക്സാംസ് എന്നും നോൺ ടെക്നിക്കൽ എക്സാംസ് എന്നും RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ടെക്നിക്കൽ എക്സാംസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ പറയുന്ന RRBയുടെ ഗ്രേഡ് 1, ഗ്രേഡ് 3 ALP ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. ഇതെല്ലാം ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ടെക്നിക്കൽ സബ്ജക്റ്റുകൾ പഠിച്ച, അതായത് ITI, ഡിപ്ലോമ, BTech തുടങ്ങിയ വിഷയങ്ങളിൽ ഡിഗ്രിയോ മറ്റു ക്വാളിഫിക്കേഷനോ ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകളാണ്. അപ്പോൾ ഈ പരീക്ഷകളെയെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ കാണുന്ന എല്ലാ പോസ്റ്റിലേക്കുമുള്ള നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? RRB ഗ്രേഡ് 1ന്റെ നോട്ടിഫിക്കേഷൻ ഇട്ടു, അതിൻ്റെ അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഗ്രേഡ് 3യുടെ അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ALPയുടെ സോൺ ചേഞ്ച് ചെയ്യാനുള്ള നോട്ടിഫിക്കേഷനും അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സൊക്കെ ഓൺ ഗോയിങ് ആണ്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനും ഇതാ വന്നു. എന്ന് പറഞ്ഞാൽ RRBയുടെ ടെക്നിക്കൽ എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാത്തിൻ്റെയും സിലബസ് നമ്മുടെ കയ്യിലുണ്ട്, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുട്ടികൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ, നോട്ടിഫിക്കേഷൻ പബ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് നോക്കുക, 27/7/2024. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജൂലൈ 27-ന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇനി എന്താണ് അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നത്? 30/7/2024 അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവും. ഏകദേശം 30 ദിവസം സമയം നിങ്ങൾക്കുണ്ട്. 29/8 അതായത് ഓഗസ്റ്റ് 29-ാം തീയതി എന്ത് ചെയ്യും, ആ ലിങ്ക് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10 ഡേയ്സിൻ്റെ വിൻഡോ കൂടെ തരും എന്തെങ്കിലും മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കാം. നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഓപ്പണിംഗ് ലിങ്ക്, അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നത് ജൂലൈ 30-നാണ്. അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ആവുന്നത് ഓഗസ്റ്റ് 29-നാണ്. അത് കഴിഞ്ഞാൽ ഒരു 10 ദിവസത്തെ വിൻഡോ നിങ്ങൾക്ക് കറക്ഷന് വേണ്ടി ഉണ്ടായിരിക്കും. ഇനി ബാക്കി CBTs, അതായത് ഇതിൻ്റെ ടയർ എക്സാം, ഫസ്റ്റ് ടയർ എക്സാം എന്നായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. RRB വെബ്സൈറ്റുകളിൽ മാത്രമായിരിക്കും ആ ഡേറ്റുകൾ വരിക. അത് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും നമുക്കൊരു കമ്പാരിസൺ നടത്താം എന്തുമായിട്ട്. RRB ജൂനിയർ എഞ്ചിനീയർ 2018 നടത്തിയിട്ടുള്ള എക്സാമും അതിൻ്റെ ഒരു ഡേറ്റ്സും ഇപ്പോൾ വന്നിട്ടുള്ള RRB ജൂനിയർ എഞ്ചിനീയർ 2024 നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ നടത്തി നോക്കാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. അപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2/1/2019 RRB ജൂനിയർ എഞ്ചിനീയർ 2018 നോട്ടിഫിക്കേഷൻ ഇട്ടപ്പോൾ അപ്ലിക്കേഷൻ ലിങ്ക് സ്റ്റാർട്ട് ചെയ്തത് 2/1/2019. ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 30 ദിവസം സമയം കൊടുത്ത് അപ്ലിക്കേഷൻ ഡേറ്റ് എൻഡ് ചെയ്യുന്നത് 31/1/2019. ടയർ 1 എക്സാം കണ്ടക്ട് ചെയ്തത് 23/5/2019. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ജനുവരിയിൽ അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്തിട്ട് മെയ്യിൽ അവർ ടയർ 1 എക്സാം സ്റ്റാർട്ട് ചെയ്തു. 5 മാസം സമയമാണ്
അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ടയർ 1 എക്സാമിന് വേണ്ടി കുട്ടികൾക്ക് ലഭിച്ചിട്ടുള്ളത് 5 മാസം സമയം. ഇനി ടയർ 2 ആണെന്നുണ്ടെങ്കിലോ 8-ാം മാസമാണ് നടത്തിയത്. അപ്പം ടയർ 1-നും ടയർ 2-നും ഇടയിൽ ഏകദേശം 3 മാസം സമയമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേ സംഭവം നമുക്ക് 2024 ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിരിക്കുന്നത് 30/7/2024 മുതലായിരിക്കും. ക്ലോസ് ആവുന്നത് 29/8, അതായത് ജൂലൈ 30-ന് അപ്ലിക്കേഷൻ ലിങ്ക് സ്റ്റാർട്ട് ചെയ്യും, ഓഗസ്റ്റ് 29-ന് അപ്ലിക്കേഷൻ ലിങ്ക് ക്ലോസ് ചെയ്യും. ഇനി ടയർ 1 ടയർ 2 എക്സാം എന്നായിരിക്കും. ജനുവരി ടു ഫെബ്രുവരിയിലായിരിക്കണം നമുക്ക് ടയർ 1 എക്സാം എക്സ്പെക്ട് ചെയ്യേണ്ടത്. ടയർ 2 എക്സാം എന്ന് പറയുന്നത് മാർച്ച് ടു ഏപ്രിലായിരിക്കും ടയർ 2 എക്സാം എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇത് തൊട്ട് മുന്നത്തെ വർഷം എന്നല്ല, തൊട്ട് മുന്നേ RRB ജൂനിയർ എഞ്ചിനീയർ 2018 എക്സാം നടത്തിയപ്പോൾ ഉള്ള ആ ഒരു പാറ്റേൺ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ പറയുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ RRB ടെൻഡേറ്റീവ് കലണ്ടർ പ്രഖ്യാപിച്ച് ഓരോ വർഷവും എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സാംസിന് ലാഗ് വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ടയർ 1 എക്സാമും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ടയർ 2 എക്സാമും വരുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാനായിട്ട്. അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗസ്സാണ്. അപ്പം ഈ ഒരു 5 മാസം 6 മാസം സമയമാണ് നിങ്ങൾക്ക് ടയർ 1 എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ടയർ 2 എക്സാം അത് കഴിഞ്ഞാൽ വിത്തിൻ 2 months ടയർ 2 എക്സാമും ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 30 അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 29. ടയർ 1 എക്സാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ടയർ 2 എക്സാം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരിക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇത് കമ്പയർ ചെയ്ത് പറയുന്നത് 2018 നോട്ടിഫിക്കേഷനെ ആധാരമാക്കിയിട്ടാണ്. മാത്രമല്ല, ആനുവലി എക്സാംസ് RRB എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാമുകൾ ലാഗ് ആവാനുള്ള സാധ്യത കുറവാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളിവിടെ ഓർത്ത് വെക്കുക. ഇനി എലിജിബിലിറ്റി നമ്മൾ 3 ക്രൈറ്റീരിയനെ വെച്ചുകൊണ്ടാണ് ഒരു ഉദ്യോഗാർത്ഥി ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ ക്വാളിഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. 1 ഏജ്, 2 അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്, 3 എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഇനി നമുക്ക് ഇതിൽ ഓരോ ക്രൈറ്റീരിയാസ് ആയിട്ട് എടുത്ത് വെച്ച് നോക്കാം. അതിൽ ഏറ്റവും ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? ഏജ് ആണ്. അപ്പോൾ ഏജിനെ പറ്റി പറയുന്നത് നോട്ടിഫിക്കേഷനിൽ 1-ാമത്തെ പേജിനകത്താണ്. അവിടെ പ്രധാനമായിട്ടും പറയുന്നത് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ജനറൽ കാൻഡിഡേറ്റ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. മറ്റ് റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സിന് എത്രയാണ് ഏജ് റിലാക്സേഷൻ എന്നുള്ളത് പേജ് നമ്പർ 6-നകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. SC/ST സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, OBC സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ 3 yearsഉം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും, ഡേറ്റ് ഓഫ് ബർത്തിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2/1/1989 ശേഷം ജനിച്ചവരും, അതുപോലെ തന്നെ 1/1/2007 മുന്നേ ജനിച്ചവരും, അതാണ് 36-നും 18-നും ഇടയിൽ എന്ന് പറയുന്നത്. 2/1/1989 ശേഷം ജനിച്ചവർക്കും 1/1/2007 മുന്നേ ജനിച്ചവർക്കുമാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ്, ഇതിപ്പോൾ OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു OBC സ്റ്റുഡൻസിന് 3 year റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ 89 എന്നുള്ളത് 86 ആയിട്ട് മാറും. SC/ST സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 89 എന്നുള്ളത് 84 ആയിട്ട് മാറും. പക്ഷേ എന്താണ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സായതുകൊണ്ട് 1/1/2007 മുന്നേ ജനിച്ചവർക്ക് മാത്രമേ ഈ എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയാണ് ഏജുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 4 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരമാണ് നിങ്ങൾ A3, B1, B2, C1 ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡിനും അതിൻ്റെ പവർ, ഐ വിഷൻ എന്തായിരിക്കണം എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് അവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ്. നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസ് വിഷൻ, നിയർ വിഷൻ ക്രൈറ്റീരിയ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കളർ വിഷനോ ബൈനോക്കുലർ വിഷനോ നൈറ്റ് വിഷനോ മെസോപ്പിക് വിഷനോ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ടെസ്റ്റുകൾ നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ
അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെപ്പറ്റി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതിനകത്ത് പവർ എഴുതിയിട്ടുണ്ട്, ലെൻസ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലെൻസിൻ്റെ പവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത്രയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത് ക്വാളിഫിക്കേഷനാണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ 3 ഇയർ ഡിപ്ലോമ കൈവശമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബിടെക്കോ ഡിപ്ലോമയോ അതിന് മുകളിൽ ബിടെക്കോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്ന 4 ട്രേഡുകൾ എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ്. ഈ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്. ഈ 4 എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഉണ്ടായാൽ മതി. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന പേജ് നമ്പർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം പറയുന്നത് പേജ് നമ്പർ 773, രണ്ടാമത് പറയുന്നത് 40ാമത്തെ പേജും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി ലെവലിൽ RRBയിൽ കയറാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്നുള്ള കാര്യം കൂടെ നിങ്ങളോട് ഓർത്ത് വെക്കാം. അപ്പോൾ 4 എഞ്ചിനീയറിംഗ് ട്രേഡുകളെ പറ്റിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. CMA ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റും ഉണ്ട്. ഇത് ലെവൽ 7 പോസ്റ്റാണ്. CMA എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റാണ്. ഇത് രണ്ടും ഈ പറയുന്ന പോലെ BSc കെമിസ്ട്രി ഒക്കെ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ടും ഈ 4 എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾ, ഈ 4 ട്രേഡുകളാണ് നോട്ടിഫിക്കേഷനകത്ത് ഇത്തവണ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ കമ്പ്യൂട്ടർ സയൻസും അതുപോലെ തന്നെ പ്രിന്റിംഗ് ടെക്നോളജിയും ഇതിന് മുന്നത്തെ 2018 നോട്ടിഫിക്കേഷനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നോട്ടിഫിക്കേഷനകത്ത് ഈ 4 എഞ്ചിനീയറിംഗ് ട്രേഡുകളെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്തിരിക്കുക. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിനകത്താണ് ഇപ്പം ഇത്രയും എന്ത് വരുന്നത്, സ്ട്രീംസ് വരുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെയും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കാണാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിൻ്റെ കീഴിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം ഇവിടെ ഓർത്തിരിക്കാം. ആൻഡ് സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേക്കൻസീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് പ്രധാനമായിട്ടും ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, സെക്കന്ദരാബാദ്. ഇത് വളരെ റാൻഡമായിട്ട് എടുത്തതല്ല, നമ്മളെ മലയാളി കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന ഏതാനും സോണുകളാണ് ഏതാനും RRBs ആണ്. ആ RRBയിലുള്ള ട്രേഡ് വൈസ് വേക്കൻസീസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നാട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാടിനടുത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ RRB നോക്കി എന്ത് ചെയ്യാം, നിങ്ങളുടെ വേക്കൻസി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് കണ്ട് പേടിക്കേണ്ട, നമ്മൾക്ക് 21 RRBs ഉണ്ട്. 21 RRBസിലും ഓരോ ട്രേഡിനും എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് സിവിലിനും മെക്കാനിക്കലും ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും എത്രത്തോളം വേക്കൻസീസ് ഉണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന RRBസിൽ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന RRBസിൽ എത്രത്തോളം വേക്കൻസി ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേക്കൻസീസിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. അങ്ങനെ ഓൾ ടുഗദർ എത്ര വേക്കൻസീസ് ഉണ്ട്, 7,934 7,934 വേക്കൻസീസ് ആണ് ഇത്തവണ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. 7951 എന്നും വേക്കൻസി നിങ്ങൾ നോട്ടിഫിക്കേഷനകത്ത് കാണും. 17 വേക്കൻസി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ലെവൽ 7 പോസ്റ്റിന് വേണ്ടിയിട്ടാണ് 17 വേക്കൻസീസ് ഉള്ളത്. ആ വേക്കൻസി കൂടി ആഡ് ചെയ്യുമ്പോഴാണ് 7951 എന്ന് പറയുന്ന ടോട്ടൽ വേക്കൻസി വരുന്നത്. ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റിൻ്റെ വേക്കൻസീസ് എന്ന് പറയുന്നത് 7,934 ആണ്. ആൻഡ് ഈ ഒരു ചാർട്ട് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, സെക്കന്ദരാബാദ് തുടങ്ങിയ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന RRBകളിലുള്ള സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡുകളിലുള്ള വേക്കൻസി വൈസ് ചാർട്ടാണ് ഇത്. നിങ്ങൾ ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന നമ്മുടെ വീഡിയോ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഏതൊക്കെ ട്രേഡുകൾ, ഏതൊക്കെ പോസ്റ്റുകൾ, ഏതൊക്കെ സോണിലാണോ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പം അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഇതൊരു ഗ്ലിംസ് കാണിച്ചു തന്നു എന്ന് മാത്രം. ഇനി നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്തായിരിക്കും? 2 സ്റ്റേജ് എക്സാം ആണ്. ടയർ 1 എക്സാം ആണ്. ടയർ 1 എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ടയർ 1 എക്സാം കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. 100 മാർക്കിന്റെ എക്സാം ആണ്. അതിനകത്തുനിന്ന് ഒരു കട്ട് ഓഫ് നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യുന്നു,
നിങ്ങൾ ക്വാളിഫൈ ആകുന്നു, ടയർ 1 ക്വാളിഫൈ ആവുന്നു. ടയർ 1 ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടയർ 2 എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും. ടയർ 2 എക്സാം എഴുതുന്നതിന് വേണ്ടി നിങ്ങളുടെ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. അതായത് ടയർ 1 എക്സാം എഴുതുന്ന ആളുകളിൽ നിന്ന് വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെ ടയർ 2 എക്സാമിലേക്ക് ക്വാളിഫൈ ചെയ്യിപ്പിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഒന്നാമത്തെ ടയർ എക്സാം എന്ന് പറയുന്നത് എന്താണ്, ക്വാളിഫയിങ് ഇൻ നേച്ചർ മാത്രമാണ്. ഇത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ല. ഇതിൽ പക്ഷേ മാർക്ക് വാങ്ങിച്ചാൽ, കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടയർ 2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൽ എത്ര മാർക്ക് വാങ്ങിച്ചു എന്നുള്ളത് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നില്ല. ഈ ടയർ 1 പരീക്ഷ കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. അതായത് നിങ്ങൾ ഏത് ട്രേഡിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ട്രേഡിലുള്ള സബ്ജക്റ്റുകൾ ഈ എക്സാമിന് വരുന്നില്ല. അത് വരുന്നത് ഏത് എക്സാമിലാണ്, ടയർ 2 എക്സാമിലാണ്. ടയർ 2 എക്സാമിൽ ടെക്നിക്കൽ എക്സാമിൻ്റെ മാർക്ക് 100 മാർക്കും നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകളുടെ മാർക്ക് 50 മാർക്കും ചേർത്ത് 150 മാർക്കിനായിരിക്കും ടയർ 2 എക്സാം എന്ന് പറയുന്നത്. അതിനകത്ത് നിന്ന് കട്ട് ഓഫ് തീരുമാനിച്ചിട്ടാണ് നിങ്ങൾ എന്ത് വരുന്നത്, റാങ്ക് നിശ്ചയിക്കുന്നത്. അതിനുശേഷമായിരിക്കും നിങ്ങളുടെ മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കുന്നുണ്ടാവുക. അപ്പോൾ 2 സ്റ്റേജ് എക്സാം ആണ്. ഒന്നാമത്തെ സ്റ്റേജിൽ നോൺ ടെക്നിക്കൽ പാർട്ട് മാത്രമേ ഉള്ളൂ, അത് 100 മാർക്കാണ്. അതിനകത്ത് നിന്ന് കട്ട് ഓഫ് നിശ്ചയിച്ച് അതിനകത്ത് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെയാണ്. ആ എക്സാമിനകത്ത് എന്താണ്, ഒരു ടെക്നിക്കൽ പാർട്ട് ഉണ്ട്, നോൺ ടെക്നിക്കൽ പാർട്ട് ഉണ്ട്. ടെക്നിക്കൽ പാർട്ട് 100 മാർക്കിനും നോൺ ടെക്നിക്കൽ പാർട്ട് 50 മാർക്കിനുമാണ്. ഇതാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ഇവിടെയാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റാങ്ക് നിശ്ചയിക്കുന്ന ടയർ വരുമ്പോൾ ടെക്നിക്കലിന്റെ വെയിറ്റേജ് 100 മാർക്കാണ്. ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നോൺ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അവിടെ ടോട്ടൽ എക്സാമിന്റെ മാർക്ക് 100 മാർക്കാണ്. പക്ഷേ ഇത് ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ്. റാങ്ക് നിശ്ചയിക്കുന്ന എക്സാമിൽ നിങ്ങളുടെ ടെക്നിക്കലിന്റെ വെയിറ്റേജ് കൂടുകയും നോൺ ടെക്നിക്കലിന്റെ വെയിറ്റേജ് കുറയുകയും ചെയ്യും. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇവിടെ നോൺ ടെക്നിക്കൽ പാർട്ടിലുള്ള ഈ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെയും യൂസ്ഫുൾ ആയിരിക്കും. ടയർ 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോൺ ടെക്നിക്കൽ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ടയർ 2 എക്സാമിന് അത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഈ 50 മാർക്കും ഇവിടെ കവറായി പോകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നിക്കലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ടയർ 1 എക്സാം ഒരു 5 മാസവും ടയർ 2 എക്സാമിന് ഒരു 8 മാസവും സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. ടയർ 1 എക്സാമും ടയർ 2 എക്സാമിനും ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സബ്ജക്റ്റുകൾ നിങ്ങൾ പാരലായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും സിലബസ് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ ടയർ 1 എക്സാമിന് വേണ്ടി 5 മാസം ഇരുന്ന് പഠിച്ച് പിന്നെ കിട്ടുന്ന 2 മാസം കൊണ്ട് ടയർ 2 ടെക്നിക്കൽ പാർട്ട് 100 മാർക്കിൻ്റെ ഭാഗം കവർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിച്ചു വെക്കരുത്. തുടക്കം തൊട്ടേ ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, 2 ടയർ എക്സാം ആണ്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കൽ ഇൻ നേച്ചർ ആണ്. സെക്കൻഡ് ടയർ എന്ന് പറയുന്നതിനകത്ത് ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഉണ്ട്. ഫസ്റ്റ് ടയർ ക്വാളിഫയിങ് ആണ്. സെക്കൻഡ് ടയർ എന്താണ്, റാങ്ക് മേക്കിംഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കുക. ഇനി ഇതാണ് അതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലെവൽ 2 പോസ്റ്റ് ആയിട്ടുള്ള ALP ആൻഡ് ഗ്രേഡ് 3 ആണ് ഏറ്റവും ആദ്യം കിടക്കുന്നത്. അതിനുശേഷം ഗ്രേഡ് 2 എക്സാമും ലെവൽ 4 ആണ് വരുന്നത്. ഗ്രേഡ് 1 ലെവൽ 5 ആണ്. സീനിയർ ടെക്നീഷ്യൻ ആൻഡ് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ലെവൽ 6 ആണ്. ഇതിൻ്റെ മുകളിൽ വരുന്നതാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ലെവൽ 7 എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ എക്സാം അതിൻ്റെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് വരുന്ന പോസ്റ്റാണ് ലെവൽ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡിപ്ലോമ ഹോൾഡർ ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി ചെയ്യുന്നത്, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്താൽ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി പോകുന്നത് എവിടെയാണ്, ഈ ലെവൽ 6 പോസ്റ്റിലേക്കാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഡിപ്ലോമ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സുവർണ്ണ അവസരമാണ്. നിങ്ങൾ ഏറ്റവും ആദ്യം തന്നെ ഡയറക്റ്റ് എൻട്രി വരുന്നത് എവിടെയാണ്, ലെവൽ 6 പോസ്റ്റിലേക്കാണ്. ഇതിൽ തൊട്ട് മുന്നേ വിളിച്ചിട്ടുള്ള RRB ഗ്രേഡ് 1 എന്ന് പറയുന്നത് എവിടെയാണ്, ലെവൽ 5 പോസ്റ്റിനകത്താണുള്ളത്. ആൻഡ് ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയും ഗ്രേഡ് 3 പരീക്ഷയും എവിടെയാണ് കിടക്കുന്നത്, ലെവൽ 2 പരീക്ഷയാണ് കിടക്കുന്നത്. നിലവിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയും ഗ്രേഡ് 3 പരീക്ഷയും ഗ്രേഡ് 1ഉം ജൂനിയർ എഞ്ചിനീയർ ഈ 4 പോസ്റ്റിലേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ 4 പോസ്റ്റിൻ്റെയും ലെവലുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതയും ജോബ് പ്രൊഫൈലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ എന്ന് പറയുന്നത് ലെവൽ 6 പോസ്റ്റാണ്. ആൻഡ് ഗ്രേഡ് 1 എന്ന് പറയുന്നത് ലെവൽ 5 ആണ്. ALP ആൻഡ് ഗ്രേഡ് 3 എന്ന് പറയുന്നത് ലെവൽ 2 പോസ്റ്റാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇവിടെ ഇതിൻ്റെ സാലറി ഒരു സ്കെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ലെവൽ 2 പരീക്ഷയാണ്. ആൻഡ് അവിടെ കിട്ടുന്ന ഇൻ ഹാൻഡ് കിട്ടുന്ന അപ്രോക്സിമേറ്റ് സാലറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അത് കഴിഞ്ഞാൽ ലെവൽ 3 വരും, പിന്നെ ലെവൽ 4 ടെക്നീഷ്യൻ ഗ്രേഡ് 2 വരും, ആൻഡ് ലെവൽ 5 ടെക്നീഷ്യൻ ഗ്രേഡ് 1, ലെവൽ 6 ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ, ലെവൽ 7 സീനിയർ സെക്ഷൻ എഞ്ചിനീയർ. ഇത് രണ്ടും കളർ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അല്ല. ഈ സെയിം കളറിൽ കൊടുത്തിരിക്കുന്ന 4 എക്സാംസ് ആണ് RRB ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൽ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ നടക്കുന്നതും അതിൻ്റെ സാലറിയും നിങ്ങൾ ഏകദേശം നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും എക്സാംസ് ആണ് നമ്മുടെ നിലവിൽ നമുക്കുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ. ഇവിടെ എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ സിലബസ് ആണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. CBT 1-നകത്തും CBT 2-നകത്തും ഉള്ള വിഷയങ്ങളെ നോക്കി കാണുക. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് CBT 1 ഈസ് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ എന്ന്. CBT 2 നോക്കാം. ജനറൽ അവയർനെസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ടെക്നിക്കൽ എബിലിറ്റീസ്. ഇത്രയും ഭാഗമാണ് CBT 2-നകത്തുള്ളത്. ആൻഡ് ഇവിടെ നോക്കുക, സെയിം കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരേ സിലബസ് ഉള്ള ഭാഗങ്ങളെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ടയർ 1-നകത്തും ജനറൽ അവയർനെസ് ടയർ 2-നകത്തും കൊടുത്തിട്ടുണ്ട്. ഇനി ജനറൽ സയൻസിനകത്ത് നിങ്ങൾ CBT 1-നകത്ത് പഠിക്കുന്ന കാര്യം തന്നെയാണ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ടിൽ നിങ്ങൾക്ക് ടയർ 2-നകത്തും കവർ ചെയ്യാനുള്ളത്. അതാ ഞാൻ പറഞ്ഞ, നിങ്ങൾ ടയർ 1-ന്റെ നോൺ ടെക്നിക്കൽ പാർട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെയും യൂസ്ഫുൾ ആയിരിക്കും, ടയർ 2-നും യൂസ്ഫുൾ ആയിരിക്കും. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി നിലവിൽ RRB വിളിച്ചിട്ടുള്ള ടെക്നിക്കൽ എക്സാംസിന്റെ ടോട്ടൽ എല്ലാ എക്സാംസിന്റെയും സിലബസുകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ. ഏറ്റവും ആദ്യം RRB നോട്ടിഫിക്കേഷൻ ഇട്ട് വിളിച്ച അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ 2 ടയറുകളായിട്ടാണ് നടത്തുന്നത്. അതിന്റെ സിലബസ് നോക്കാം. മാത്തമാറ്റിക്സ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്. ടയർ 2-ലേക്ക് വരുമ്പോൾ ഇതേ മാത്തമാറ്റിക്സ് അവിടെയും വരുന്നുണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം എക്സ്ട്രാ വരുന്നുണ്ട്, ഇതേ ജനറൽ സയൻസ് അവിടെയും വരുന്നുണ്ട്. പിന്നെ കറസ്പോണ്ടിങ് ട്രേഡുകൾ, നിങ്ങൾ ഏത് ട്രേഡിലുള്ള ആളുകളാണോ ആ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ടയർ 2-ൽ വരുന്നത്. ഇത് ഏത് പരീക്ഷയുടെ കാര്യമാണ് പറയുന്നത്? ലെവൽ 2 പോസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അടുത്ത ലെവൽ 2 പോസ്റ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 എടുത്ത് നോക്കുക. മാത്തമാറ്റിക്സ് ഇവിടെ വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നുണ്ട്, ജനറൽ സയൻസ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്. പക്ഷേ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് എന്താണ്? സിംഗിൾ ടയർ എക്സാം ആണ്. ഇതിൽ ഓരോ സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇതിൽ കിട്ടുന്ന ഓരോ മാർക്ക് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നതായിരിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത് സിംഗിൾ ടയർ എക്സാം ആയിരുന്നു, അതിന് ടയർ 2 ഇല്ല. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 നോക്കുക. അഗെയിൻ മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വരുന്നുണ്ട്, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ജനറൽ അവയർനെസ്. ഇത്രയും കാര്യങ്ങളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 വരുന്നത്. അതും സിംഗിൾ ടയർ പരീക്ഷയാണ്. ഇതിൽ കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കും. ഇനി ഏറ്റവും അവസാനം ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ജൂനിയർ എഞ്ചിനീയർ എക്സാം നോക്കുക. അതിനകത്ത് ടയർ 1-നകത്ത് മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. ടയർ 2-നകത്ത് ജനറൽ അവയർനെസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ടെക്നിക്കൽ എബിലിറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ടയർ 2-നകത്താണ് ഇതിന്റെ ടെക്നിക്കൽ പാർട്ട് വരുന്നത്. ഏതിന്റെ? ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ ടെക്നിക്കൽ ഭാഗം വരുന്നത് ടയർ 2-നകത്താണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. ഈ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷന്റെ സിലബസ് തന്നെയാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന്റെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ജനറൽ സയൻസ്, ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇനി ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയിൽ പുറത്തുനിന്ന് ഉള്ള ഒരു സിലബസ് ഉള്ളൂ. ബാക്കി എല്ലാ സിലബസും ഈ കാണുന്ന ഇതിന് മുന്നേ ഉള്ള ഗ്രേഡ് 1, ഗ്രേഡ് 3 ALP പരീക്ഷകളിൽ നിങ്ങൾ പഠിച്ച് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? മാത്തമാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേഡ് 1-ന്റെ മാത്തമാറ്റിക്സിന്റെ സിലബസ് മാത്രമാണ് മാറി നിൽക്കുന്നത്. ജൂനിയർ എഞ്ചിനീയറുടെ മാത്തമാറ്റിക്സ്, ഗ്രേഡ് 3-യുടെ മാത്തമാറ്റിക്സ് ആൻഡ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ മാത്തമാറ്റിക്സിന്റെ സിലബസ് സെയിം ആണ്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന വിഷയം ത്രൂ ഔട്ട് ഈ 4 ടെക്നിക്കൽ എക്സാംസിനും ഒരേപോലെയാണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. ജനറൽ സയൻസ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്കും ടെക്നീഷ്യൻ ഗ്രേഡ് 3-ക്കും ജൂനിയർ എഞ്ചിനീയറിനും ഒരേപോലെയാണ് കൊടുത്തിരിക്കുന്നത്. ജനറൽ അവയർനെസ് ഈ പറയുന്ന 4 എക്സാംസിനുണ്ട്. അതിൽ ചെറിയ സിലബസിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാവുന്നതാണ്. നോ യുവർ സബ്ജക്റ്റിനകത്ത് ഓരോ വിഷയങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB കണ്ടക്ട് ചെയ്യുന്ന ടെക്നിക്കൽ എക്സാംസിന് കോമൺ ആയിട്ടുള്ള ഒരുപാട് സിലബസ് ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഓൾറെഡി നിങ്ങൾ ALPക്കോ ഗ്രേഡ് 3-ക്കോ ഗ്രേഡ് 1-നോ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ തന്നെയാണ് എവിടെയും വരുന്നത്, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്കും വരുന്നത്. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ്റെ ടഫ്നെസ്സിനകത്ത് ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ സിലബസ് കവർ ചെയ്യുന്ന സിലബസ് എന്തായിരിക്കും?
സെയിം ആണെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വയ്ക്കുക. ഇനി നിങ്ങളെ ആദ്യമായിട്ടാണ് എക്സാം എഴുതാൻ പോകുന്നത്, RRBയുടെ എക്സാം ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ പറയുന്ന എക്സാംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭ്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ എക്സാംസ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രിലിമിനറി സ്റ്റേജ് ആയിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാം മാത്രം കിട്ടിയാൽ മതി എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ കൂടി ഈ എക്സാംസ് എഴുതി നോക്കുക. ഈ എക്സാംസിന്റെ മോക്ക് ടെസ്റ്റുകളെല്ലാം എടുത്തു നോക്കുക. കാരണം സിലബസ് എന്താണ്? കോമൺ ആണ്. ഇതാണ് കോംപ്രിഹെൻസീവ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്നിക്കൽ എക്സാംസിനെല്ലാം എന്താണ്? കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് കോമൺ എലമെന്റ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനു വേണ്ടി കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അത് ഓരോ എക്സാം സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. ഓരോ എക്സാമിനും അതിൻ്റെ ലെവൽ ഓഫ് ടഫ്നെസ് മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അല്ലാതെ എല്ലാത്തിനും കൂടി ഒരേ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ല വേണ്ടത്. ഓരോ എക്സാമിനും ആ എക്സാമിൻ്റെ സിലബസിനനുസരിച്ച് ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നോക്കി വെച്ച് പഠിക്കാൻ നോക്കുക. ടെക്നിക്കൽ എക്സാംസിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നോൺ ടെക്നിക്കൽ എക്സാംസ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നോൺ ടെക്നിക്കൽ എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പാരലൽ ആയിട്ട് തന്നെ RRB കണ്ടക്ട് ചെയ്യുന്നതാണ് RPF എക്സാം വരുന്നത്. അതുപോലെ തന്നെ ഉടനെ തന്നെ NTPC എക്സാം വരും. RPFന്റെ SI ഉണ്ട്, RPFന്റെ കോൺസ്റ്റബിൾ ഉണ്ട്, NTPC ഉണ്ട്. NTPC തന്നെ ലെവൽ 2 തൊട്ട് ലെവൽ 6 വരെ എടുക്കുന്നുണ്ട്. നോൺ ടെക്നിക്കൽ എക്സാംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ജനറൽ അവയർനെസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അല്ലേ, 40 മാർക്കിനും 50 മാർക്കിനും ഒക്കെയാണ് ജനറൽ അവയർനെസ് എക്സാംസ്. ജനറൽ അവയർനെസിൻ്റെ സബ്ജക്റ്റുകൾ RPFനും NTPCക്കും കിടക്കുന്നത്. അപ്പോൾ ജനറൽ അവയർനെസ് RPFനോ NTPCക്കോ ഒക്കെ പഠിക്കുന്ന പോലെ നിങ്ങൾ ടെക്നിക്കൽ എക്സാംസിൽ പഠിക്കാനിരിക്കരുത്. കാരണം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയ്ക്ക് 10 മാർക്കാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 1ന് 10 മാർക്കാണ്, ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്കും ഗ്രേഡ് 1നും 10 മാർക്കാണ്, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് 15 മാർക്കാണ് ടയർ 1-നകത്ത് ഉള്ളത്. അത്രയും വെയിറ്റേജ് ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ഭാഗത്തിനുള്ളൂ. അപ്പോൾ ആ വെയിറ്റേജിന് അനുസരിച്ചുള്ളൊരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് എവിടെ വേണ്ടത്? ടെക്നിക്കൽ എക്സാംസിന് വേണ്ടത്. NTPCക്കും RPFനും വേറെ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. കാരണം അവിടെ 50 മാർക്കിനാണ് ജനറൽ അവയർനെസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിക്കുക. ഓരോ എക്സാമിൻ്റെയും സിലബസ് എന്താണ്, സിലബസിനകത്ത് വെയിറ്റേജ് എന്താണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഒരേ രീതിയിലുള്ള ലെവൽ ഓഫ് പ്രിപ്പറേഷൻ അല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക്കകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇത് നോക്കി കഴിഞ്ഞാൽ ITI സ്റ്റുഡൻസിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ബിടെക്കോ ഡിപ്ലോമയോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയും ALP പരീക്ഷയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 പരീക്ഷയും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യം കൂടെ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 എന്ന് പറയുന്ന ITI ക്വാളിഫിക്കേഷൻ മാത്രമുള്ള കുട്ടികൾക്ക് ഉള്ളതാണ്. ആൻഡ് ബിടെക്കോ ഡിപ്ലോമയോ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയും ടെക്നീഷ്യൻ ഗ്രേഡ് 1 എക്സാമും എഴുതാൻ പറ്റും. ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRBയിൽ അല്ലെങ്കിൽ റെയിൽവേയിൽ ഡയറക്റ്റ് എൻട്രി ലെവലിലുള്ള ഏറ്റവും നല്ല പോസ്റ്റാണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ എക്സാം അപ്ലൈ ചെയ്ത് എഴുതാൻ നോക്കുക. ഇനി ജൂനിയർ എഞ്ചിനീയർ എക്സാം 2024 ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സ്റ്റഡി പ്ലാൻ എന്തായിരിക്കും, സ്ട്രാറ്റജി എന്തായിരിക്കും, അതുപോലെ തന്നെ സോൺ ഡീറ്റെയിൽസ്, ട്രേഡ് അനാലിസിസ്, ഇതിനകത്ത് ഡിഫറെൻറ്റ് പോസ്റ്റുകളുണ്ട്. ഓരോ പോസ്റ്റിലേക്കും പോസ്റ്റ് ഓഫ് പ്രിഫറൻസ് അനുസരിച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഹൗ ടു അപ്ലൈ വീഡിയോയിൽ നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസിനെ പറ്റിയിട്ടും ഏതൊക്കെ സോണുകളിലാണ് വേക്കൻസീസ് ഉള്ളത്, ഏതൊക്കെ ട്രേഡുകൾ എവിടെയാണ് വേക്കൻസി കൂടുതലുള്ളത് തുടങ്ങിയ എല്ലാ അനാലിസിസ് വീഡിയോസും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി ഇതിനെല്ലാം പുറമെ യുവർ സബ്ജക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ആ എക്സാമിൻ്റെ സിലബസും സബ്ജക്റ്റും ആ സബ്ജക്റ്റിൻ്റെ വെയിറ്റേജും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട്. അപ്പം RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിൻ്റെ സിലബസിനകത്തുള്ള ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ടെക്നിക്കൽ സബ്ജക്റ്റുകളായിട്ടുള്ള ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ എല്ലാ ഭാഗത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് അനാലിസിസ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ചാനൽ നോക്കിയിരിക്കുക. ചാനലിനകത്ത് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ നോക്കിയിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.